ഒരു ഗർഭകാലത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണവും ഇതിന് പിന്നിൽ അവരുണ്ടായതുകൊണ്ട് തന്നെയാണ്. എനിക്കൊരു ഉണ്ടയുമില്ല. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഞാൻ അവിടെ പറഞ്ഞത് നീ ഒന്നും പണയണ്ട. എൻജോയ് എന്ന വാക്ക് അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യക്കുറവാകാം. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. അതിന്റെ അടുത്തൊരു തീരുമാനമായി. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. മനസ്സിലായോ? അത് കറക്റ്റാ. ഒരു മനുഷ്യന് മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്. നേരോ? അമ്മച്ചിയാണ് നേരെ. മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല പിതാവായ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയണം. ഒരു നല്ല മാതാവായ നിമിഷങ്ങളെ ആസ്വദിക്കാൻ കഴിയണം. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതാണ്. എങ്ങനെയുണ്ട് ഐഡിയ? ാകാൻ ഭയപ്പെടുന്നത് ഗർഭകാലഘട്ടത്തെ ഒരു രോഗകാലഘട്ടമാക്കി സമൂഹം ട്രീറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതാണ്. താൻ ഗർഭിണിയായി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയം ഓരോ പെൺകുട്ടിയുടെ മനസ്സിലേക്കും ഇട്ടുകൊടുത്തതാണ്. ഈ ഭയം ആരാണ് മുതലെടുക്കുന്നത്? ഈ പറയുന്ന വൻകിട ആശുപത്രി മാഫിയകൾ, അതുപോലെ തന്നെ മരുന്ന് കമ്പനിക്കാർ. പ്രസവം എന്ന് പറയുന്നത് ഒരു ഭയപ്പാടിന്റെ കാലഘട്ടമാക്കി ഇവർ മാറ്റിയെടുക്കുകയാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? ഞാൻ ഈ ഒരു വിഷയത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒഴിവാക്കി കളഞ്ഞല്ലേ.